ഗൈസ് അങ്ങനെ FC ഗോവ ഈ സീസണിലെ ആദ്യത്തെ ഒരു തോൽവി നേരിടേണ്ടി വരുന്നു അഗെയിൻസ്റ്റ് മോഹൻ ബഗാൻ. അതും അവരുടെ ഒരു ഹോം മത്സരത്തിലാണ് ഗോവയ്ക്ക് തോൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് മോഹൻ ബഗാൻ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് കൂടി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു മത്സരത്തിന് അവകാശപ്പെടാനുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഒരു രണ്ട് ടീമുകളും നന്നായിട്ട് കളിച്ചിട്ടുള്ളൊരു മത്സരമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. കൂടുതൽ ചാൻസുകൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് FC ഗോവയാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇവൻ ഇപ്പം ഒടയോൺ ഇന്ത്യയുടെ ആ ഒരു ഗോൾ വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കോൺട്രവേഴ്സ്യലാണ്. പക്ഷേ അത് ഡിസിഷൻസ് നമുക്ക് എന്താ ഇവിടെ വാറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഇപ്പം വേൾഡ് കപ്പിലൊക്കെ നമുക്കറിയാലോ, മുമ്പ് ജപ്പാൻ നേടിയിട്ടുള്ള ആ ഒരു ഗോളിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഒക്കെ. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ടെക്നോളജിയുടെ സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃത്യത ഇപ്പോഴും നമുക്ക് വരുത്താൻ കഴിയില്ല. സോ അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു മത്സരത്തിന് ശേഷം ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോല പറയുകയും ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും മോഹൻ ബഗാൻ ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ള ആ ഒരു ഗോള് അത് അടിച്ചത് ദിമി പെട്രട്ടോസ് ആണ്. അത് ഗോവയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. പക്ഷേ ജോണി കൗക്കോ നടത്തിയിട്ടുള്ളൊരു ശ്രമം, അത് അർഷദീപ് സിംഗ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. നേരെ പെട്രട്ടോസിന് വരുന്നു. അദ്ദേഹം ഗോളിയിൽ ആ പോസ്റ്റിലേക്ക് ഒരു ലോങ് റേഞ്ചർ ഉതിർക്കുന്നു. അങ്ങനെയാണ് ആ ഒറ്റ ഗോളിലാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. ഒരു മിസ്റ്റേക്കിൽ നിന്ന് വന്നിട്ടുള്ളൊരു അവസരമാണ് മുതലാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതർവൈസ് അതൊരു 50-50 മാച്ച് എന്ന നിലയിൽ തന്നെയാണ്, ഒരു എൻഡ് ടു എൻഡ് ഗെയിം എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മത്സരത്തെ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ടീമുകളും ആ ഒരു ഇൻറ്റൻസിറ്റി കളിച്ചിട്ടുള്ളൊരു മത്സരം, ഒരു എൻഗേജിങ് ആയിട്ടുള്ള മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ഫേസിലായിരുന്നെങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ടും ഗോവയ്ക്ക് പ്രതികൂലമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു മത്സരം ഗോവ തോൽക്കണമെന്നും കുറച്ചുകൂടി ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മൾ ഷീൽഡ് റേസിൽ തന്നെ ഉണ്ടായിരുന്നൊരു ടീമായിരുന്നല്ലോ. പക്ഷേ ഈ രണ്ട് തോൽവികൾ, കഴിഞ്ഞ ഒഡീഷയ്ക്കെതിരെയും അതുപോലെ കഴിഞ്ഞ ദിവസം പഞ്ചാബിനെതിരെയും ഏറ്റുള്ള ഒരു തോൽവിയോടുകൂടി ഇപ്പോൾ നമ്മളൊരു ടോപ്പ് 6 ഫൈറ്റ് ചെയ്യുന്ന ടീം എന്ന നിലയിലേക്കൊക്കെ മാറിപ്പോയോ എന്നുള്ള സംശയമുണ്ട്. കാരണം മുമ്പേ നമുക്ക് താഴെയാണെങ്കിലും അവരൊരു മത്സരം കുറച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത്. 1 പോയിൻ്റ് ഡിഫറൻസ് ആണുള്ളത്. മോഹൻ ബഗാൻ ഒരു മത്സരം കുറച്ചാണ് കളിച്ചത്. സെയിം പോയിൻ്റുമായിട്ടാണ് അവർ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ ഒഡീഷ FC ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് 31 പോയിന്റുകളുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇത് ചെയ്യായിരുന്നു. കാരണം ഒഡീഷ FCക്കെതിരെ നമ്മൾ ഡ്രോയും പഞ്ചാബിനെതിരെ വിജയിച്ചിരുന്നെങ്കിൽ ഈസിലി ഇപ്പോൾ ഈ ഒരു റിസൾട്ട് കൊണ്ട് നമുക്ക് ഈസിലി ടോപ്പ് ഓഫ് ദി ടേബിൾ വരെ ഇരിക്കാനുള്ളൊരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ രണ്ട് മത്സരം നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു മത്സരങ്ങളായിരുന്നില്ല അത്. പക്ഷേ അതുകൊണ്ട് തുലയ്ക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ജോണി കൗക്കോ അവരുടെ ഒരു ജനുവരിയിൽ വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം വന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അദ്ദേഹം ടീമിൽ ആ ഒരു മിഡ്ഫീൽഡിൽ ഉണ്ടാക്കിയെടുത്തത്. വന്ന ആ ഒരു ഗോളിൽ പോലും ജോണി കൗക്കോയുടെ ക്രെഡിറ്റ് ഉണ്ട്. അതൊക്കെയാണ് മോഹൻ ബഗാൻ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു ജനുവരിയിൽ നടത്തിയിട്ടുള്ളൊരു ചേഞ്ചസ് ഇമ്പാക്റ്റ് ആകുന്നു. അതുപോലെ ഹബാസ് ഒരു അൺബീറ്റൺ റണ്ണിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. തുടരെ തോൽവികൾ, 3 തോൽവികൾ വന്നിട്ടാണ് യുവാൻ ഫെറാണ്ടയെ പുറത്താക്കുന്നത്. അതിന് പകരം വരുന്നിട്ടുള്ള ഹബാസ് ആകട്ടെ ഈ ഒരു രീതിയിലുള്ളൊരു 3 മത്സരങ്ങൾ തുടരെ പരാജയപ്പെടാത്ത രീതിയിലേക്ക് ടീമിനെ നയിക്കുന്നു. ഷീൽഡ് റേസിലേക്കും തന്നെയൊക്കെ എത്തുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ കൂടുതൽ ഇപ്പം ഷീൽഡ് റേസിലേക്കുള്ളൊരു ഫൈറ്റ് കുറച്ചും കൂടി ഇതാകുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പം ഒഡീഷ FC ഉണ്ട്, അതുപോലെ തന്നെ FC ഗോവ ആൻഡ് മോഹൻ ബഗാൻ, ഇനി മുംബൈ സിറ്റി FCയും അതിലേക്ക് വരാം. അവരോടൊപ്പമാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടി ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ശേഷം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ കാണിക്കും. ഞാൻ